അനീഷിൻ്റെത് ഒരു നിങ്ങൾ എനിക്ക് തോന്നുന്നു വെളിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ. പക്ഷേ അകത്തൊരു ഭയങ്കര ബോറിംഗ് പേഴ്സണായിട്ടാണ് പിന്നെ ഞാൻ പറയുന്നു. കയറിയപ്പോഴും ഞാൻ പറയുന്നു, വെളിയിൽ ഇറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാണുന്ന കഴിഞ്ഞിട്ട് അനുമോളെ ഞാൻ വെനമോൾ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വിഷം ചുറ്റുമെങ്കിലും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ഈ വീഡിയോ ഒരു റീപോസ്റ്റിംഗ് വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അനീഷിന് വേണ്ടിയിട്ടാണ്. അനീഷിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ അത് വീഡിയോ എടുത്ത് ഞാൻ റീപോസ്റ്റ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഈ ഇന്നലത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആ ഒരു എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് മസ്താനി എവിക്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ പ്രവീൺ എവിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അതുപോലെ വേദലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 മിനിറ്റോളം ലെന്ത് വരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 11:30 ആയി കാണും. 11:30ക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്ലോഡ് ചെയ്ത് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്നു പ്രവീൺ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോ. ഓൺലൈൻ ചാനലുകാരൊക്കെ പോയിട്ട് പ്രവീണിൻ്റെ ബൈറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ കണ്ട സ്പോട്ടിൽ ഞാൻ എൻ്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പ്രവീണ് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അനീഷിനെ പറ്റിയിട്ട് പറഞ്ഞൊരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ, ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ അനീഷിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, അത് കാണിക്കാം, പ്രവീൺ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. പ്രവീണിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇന്നലെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം ഇന്നലെ വേദലക്ഷ്മിക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പേടിച്ച് വീണെന്ന് തന്നെ പറയാം, പേടിച്ച് വിറച്ച് മുട്ടിടിച്ചെന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സോറി ഇന്നലെ അല്ലായിരുന്നു, മെനഞ്ഞാന്നേ പറയണമായിരുന്നു. മെനഞ്ഞാന്നേ മറ്റേ ആദില നൂറയ്ക്കെതിരെ നടത്തിയൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലോ, അതിൽ സോറി പറഞ്ഞിട്ടില്ല ഇവർ. ആ ഒരു വിഷയത്തിൽ സോറി പറഞ്ഞില്ല. ശരിയാണ്, ഇവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് കാണും, പക്ഷെ ആ ഷോയിൽ അത് പറ്റത്തില്ല. ആ ഷോയിൽ ഇത്രയും ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവരങ്ങോട്ട് കയറി ചെന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനൊരു പരാമർശം നടത്തുന്നത് ശരിയല്ല. അപ്പം അവിടെ സോറി പറഞ്ഞേ പറ്റൂ. പുറത്ത് എങ്ങനെ ആയിക്കോട്ടെ കാഴ്ചപ്പാട്, ഇപ്പം നമ്മളെല്ലാവരെയും കാഴ്ചപ്പാട്, ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാട് ഓരോ രീതിയാണ്. പക്ഷേ ഇതുപോലൊരു ഷോയിൽ അവിടെ എല്ലാവരെയും കൂടെ ഒരു 10-20 പേരെ കൂട്ടിയിട്ടിട്ട് പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കൊണ്ടിടുമ്പോഴത്തേക്ക് അവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ല. എന്തായാലും വേദലക്ഷ്മി പേടിച്ച് അവിടെ വിറച്ച് മുട്ടിടിച്ച് സോറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. ലാലേട്ടൻ എന്താണ് പറയുന്നത്? ഇപ്പോൾ ഇത് മസ്താനി എടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും മസ്താനി പറയുന്നുണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലായിടത്തും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരേ സ്വരത്തിൽ ഒരേ പോയിന്റാണ് പറയുന്നത്. എന്തുകൊണ്ട് മസ്താനി അപ്പം പ്രതികരിച്ചില്ല? അപ്പം വീണ സമയത്ത്, കയറി പിടിച്ച സമയത്ത് നിങ്ങൾ ചിരിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അപ്പം പ്രതികരിക്കണമായിരുന്നു. പിന്നെ അത് പ്രവീണുമായിട്ടും പിന്നെ വേദലക്ഷ്മിയുമായിട്ടും ഡിസ്കസ് ചെയ്ത് പിന്നെ ഇതൊരു വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് അവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാർ, അനുമോള് നല്ലോണം പറഞ്ഞിട്ടുണ്ട്, ഷാനവാസ് നല്ലോണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 3-4 ആൾക്കാർ നല്ല രീതിയിൽ അതിനെ എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ ഉൾപ്പെടെ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പം നമ്മൾ വീഴാൻ നേരത്ത് ഇനി അവിടെ മരമാണോ, ഇനി ഏതെങ്കിലും പോത്തിൻ്റെ കാലാണോ പശുവിൻ്റെ കാലാണോ നമ്മൾ നോക്കത്തില്ല. നമ്മൾ വീഴാൻ നേരത്ത് എന്തോടെ നമ്മൾ ഇതുപോലെ സ്ലിപ്പാവുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തോണോ കിടക്കുന്നത് അവിടെ കയറി പിടിക്കും അല്ലേ? അങ്ങനെ വീഴാൻ നേരത്തും ഇതുപോലെ പെട്ടെന്നുള്ള വീഴ്ച സ്ലിപ്പാവുന്ന രീതിയിൽ വീഴാൻ പോകുന്ന സമയത്ത് നമ്മൾ കയറി പിടിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല വീഴാൻ പോകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ടേ ഈ അടുത്ത സമയത്ത് ഒരു സ്കൂളിൽ ഒരു ചെരുപ്പെടുക്കാൻ കയറിയ ഒരു പയ്യൻ, ആ പയ്യൻ ആ വീഴാൻ നേരത്ത് അവൻ കയറി പിടിച്ചത് ലൈൻ കമ്പിയിലാണ്, കണക്ഷൻ കൊടുത്തേക്കുന്ന പവർ സപ്ലൈയിലാണ്. അങ്ങനെയാണ് ആ പയ്യൻ ഷോക്ക് അടിക്കുന്നത്. അപ്പോൾ അബദ്ധത്തിൽ നമ്മൾ വീഴാൻ പോകുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് കയറി പിടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ആ വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട്, ക്ലിയർ ആക്കി കാണിക്കുന്നുണ്ട്. വീഴാൻ നേരത്ത് അതിനകത്ത് ആ മസ്താനി കയറി പിടിക്കുന്നു, വയറിനകത്ത് കണ്ട് കയറി പിടിക്കുന്നു. അപ്പം പറയണമായിരുന്നു. ഒനിയൻ സോറി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേദലക്ഷ്മി കൊണ്ടുവന്ന് വളച്ചെടുത്ത് ഒരു പരുവാക്കി ആകെ നാശകോശമാക്കി ഒനിയിലെ കുറെ കണ്ണീരോടെ പോക്കിയിട്ട് ആകെ മാനസികമായിട്ട് പുള്ളിക്കാരെ ഒരുപാട് വിഷമിച്ചു കേട്ടോ. കാരണം ഈ സാധനം എങ്ങനെയാ പുറത്തോട്ട് പോകണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ബിഗ് ബോസ് ആണ്, ഏതൊക്കെയാണ് പുറത്തോട്ട് പോകുന്നത് അകത്തോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പോസിറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ, നെഗറ്റീവായിട്ട് ഉമ്മത്തിരിയായിട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. അതിലൊന്നാണ് മസ്താനിയെ പുറമേന്ന്
ഇന്റർവ്യൂവിലൊക്കെ നമ്മൾ കണ്ടത് നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷെ അകത്തോട്ട് ചെന്ന് ഇറങ്ങി വരുന്ന മസ്താനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തറയായിട്ടാണ് ആൾക്കാർ മസ്താനിയെ കാണുന്നതും. ആ ഒരു കണ്ണിലാണ് ഇനി വിലയിരുത്തുന്നത് മസ്താനിയെ. അപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഷോ അങ്ങനെയാണ്. നെഗറ്റീവായിട്ട് കയറി പോകുന്ന ആൾക്കാർ പോസിറ്റീവായിട്ട് ഇറങ്ങി വരും, പോസിറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ നെഗറ്റീവായിട്ട് ഇറങ്ങി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് ഉമ്മത്തിരിയായിരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വീഡിയോ ഇട്ട് കാണിക്കുന്നു, നിങ്ങളതിലൊന്നും തെറ്റില്ലെന്ന് പറയുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒനിയൻ സാബു സോറി പറയിപ്പിക്കുന്നു. അപ്പം എല്ലാ ആണുങ്ങളടുത്തും സോറി പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ആ ഒനിയൻ സാബുവിൻ്റെ അടുത്ത് സോറി പറഞ്ഞാൽ മതി. കാരണം ഇപ്പം കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആണുങ്ങളടുത്തും സോറി പറയേണ്ട കാര്യമില്ല. കാരണം ഈ പറയുന്ന എല്ലാ ആണുങ്ങളും ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, പല സ്വഭാവങ്ങളിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കാര്യം കറക്റ്റ് കാര്യമാണ്. കാരണം ഇതുപോലെ ഇത് ഫേക്കായിട്ടുള്ള അലിഗേഷനും ഫേക്കായിട്ടുള്ള വാർത്തകളും കൊടുത്ത് പല ആണുങ്ങളെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഒരു തരം സ്ത്രീകളുണ്ട്. നമ്മളിപ്പം പബ്ലിക്കിലേക്ക് നമ്മൾ കാണുന്നതാണ്. ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ, നമ്മളൊന്ന് അബദ്ധത്തിലൊന്ന് കാലൊന്ന് സ്ലിപ്പായിട്ട് ആരെയും ഏതെങ്കിലും ലേഡിയുടെ പുറത്തൊന്ന് പോയിന്ന് തട്ടിക്കഴിഞ്ഞാൽ കുഴപ്പം, ബസ്സിലിരിക്കുന്ന സമയത്ത് കട്ടറി വീണൊന്ന് തട്ടിയ കുഴപ്പം. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് പുരുഷ വിരോധികളായിട്ടുള്ള കുറച്ച് സ്ത്രീകളുണ്ട്. ഇല്ലെന്നല്ല, ഉണ്ട്. അപ്പം ആ ഒരു കൂട്ടം സ്ത്രീകൾക്ക് ഈ ഒരു കാര്യം അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കേട്ടോ. അപ്പം ആ ഒരു കാര്യത്തിൽ ഈ ഒനിയൻ സാബു പറഞ്ഞ കറക്റ്റ് തന്നെ. ഇതുപോലുള്ള ഒരുപാട് നിരപരാധികളായ പുരുഷന്മാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടെ എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ടും സോറി പറയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തണ്ടാകും. പുരുഷന്മാരെ കൂട്ടത്തിലും ഉണ്ടല്ലോ ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം പൊടി പിള്ളേരത്തും കുഞ്ഞു പിള്ളേരത്തൊക്കെ ഒരുപാട് ഇത് കാണിക്കുന്ന ആൾക്കാരുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മറ്റേ ഗോവിന്ദച്ചാമി, അവനെ പോലത്തുള്ള കുറേ ടീമുകളുണ്ടല്ലോ. അപ്പം എല്ലാവരോടും സോറി പറയുമ്പോഴത്തേക്ക് അവൻ്റെയോട് ഉൾപ്പെടെ സോറി, അങ്ങനെയുള്ള ടീംസിനോട് ഉൾപ്പെടെ സോറി പറയുന്ന പോലെ ആവും. ഈ ഒരു വിഷയത്തിൽ ഒനിയൻ സാബുവിൻ്റെ അടുത്ത് മാത്രം സോറി പറഞ്ഞാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വെറുതെ വീഡിയോ ആണ്, അത് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൊഴിഞ്ഞിട്ട് നിങ്ങൾ പോകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം കേട്ടോ, ഒനിയൻ സാബുവിൻ്റെ അമ്മയെ വിളിക്കുന്നു, ലാലേട്ടൻ വിളിക്കുന്നുണ്ട്, കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒന്നൊന്നര സീനായിരുന്നു കേട്ടോ. ആ അമ്മ പറഞ്ഞ വാക്കുകൾ മകനെ പറ്റിയിട്ട്, അമ്മ പറഞ്ഞതാണ്, മോനെ നിന്നിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുണ്ട്. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, നീ ഒരു ജെന്റിൽമാനാണ്. അത് മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാം. നിന്നെപ്പോലൊരു ജെന്റിൽമാനെ ഞങ്ങൾ ഈ ലോകത്ത് വേറെ ഒരാളെയും കണ്ടിട്ട് പോലും ഇല്ല. നീയാണ് ജെന്റിൽമാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുകളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് രോമം പൊങ്ങൂടെ. ആ ഒരു രീതിയിൽ ഒരു അമ്മ ഒരു മകനെ പറ്റി ഇത്രയും പ്രൗഡായിട്ട് സംസാരിക്കണമെങ്കിലേ, കാരണം ഇത്രയും ഒരു അലിഗേഷൻ വന്ന സ്ഥിതിക്ക്, എന്നിട്ട് അവർ ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ലാലേട്ടനോട്, ബിഗ് ബോസിനോട്. കാരണം ഇത്രയും വലിയ ഒരു വിഷയം വന്നിട്ട് അതിനെതിരെ സംസാരിക്കാതെ, അതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരാതെ, കാണിക്കാതെ ഇരുന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒനിയൻ സാബുവിന് അതൊരു എന്നേക്കുമായി ലൈഫിൽ എന്നേക്കുമായി അവിടെ ഒരു നെഗറ്റീവ് എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയൊരു രീതിയിലായാലും അത് കടന്നേനെ. പക്ഷെ അത് ക്ലിയർ ആക്കി ബിഗ് ബോസ് ടീമായാലും ലാലേട്ടനായാലും അത് നല്ല രീതിയിൽ അത് അവതരിപ്പിച്ച് അത് ക്ലിയർ ആക്കി ജനങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. അപ്പോൾ അവർ ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഒനിയൻ്റെ അമ്മ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എവിക്ഷനിലോട്ട് വരാം. അപ്പം പ്രവീണാണ് ആദ്യം ഔട്ടായി പോകുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പ്രവീൺ അല്ല പോകേണ്ടത്. പ്രവീൺ, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോക്കകത്ത് പ്രവീണിനെ പൊക്കി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവീണിനെ വാനോളം പുകഴ്ത്തി. അത്രയും പുകഴ്ത്തേണ്ട കാര്യമില്ലായിരുന്നു, കുറച്ചൊക്കെ പുകഴ്ത്താം. പക്ഷേ വാനോളം പുകഴ്ത്തി കഴിഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രവീണിൻ്റെ എയർപോർട്ടിൽ എത്തിയിട്ടുള്ള വീഡിയോ ഞാൻ കാണുന്നത്. അതിൽ അനീഷിനെ പറ്റിയിട്ട് പറഞ്ഞ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തത്. അപ്പം പ്രവീൺ ഔട്ടാവുന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പ്രവീൺ ഔട്ടായത്. പ്രവീൺ ഔട്ടായത് വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. അപ്പം ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പ്രവീൺ പറയുന്നുണ്ട്, അത് പോയിന്റ് ആട്ടോ. പ്രവീൺ പറഞ്ഞ് അംഗീകരിച്ചേ പറ്റൂ. പ്രവീൺ നല്ല വ്യക്തതയോടെ പറയുന്നുണ്ട്. കാരണം ആ വീട്ടിൽ കുറച്ചൊക്കെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെക്കാളും ഒന്നും ചെയ്യാത്ത ആൾക്കാർ ആ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ കയറിയ ആൾക്കാർ ഉൾപ്പെടെ ആ വീട്ടിലുണ്ട്. അപ്പം പ്രേക്ഷകർ, നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക. അവിടെ ഒന്നും ചെയ്യാതെ, ഒരു കോണ്ടന്റും കൊടുക്കാതെ, ക്യാമറയുടെ മുമ്പിൽ പോലും വരാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് പ്രവീൺ ഇറങ്ങിപ്പോയത്. അതിനോട് ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ആ ഒരു ടൈമിൽ പ്രവീൺ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു
ഹ്യൂമൻ ആണെന്നൊക്കെ എനിക്ക് തോന്നി. ഇതൊക്കെ പറഞ്ഞ ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ പറഞ്ഞപ്പോഴത്തേക്ക് അതിനൊക്കെ പറ്റിയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാനോളം അങ്ങോട്ട് പോയിടുത്തിയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രവീൺ പറഞ്ഞ ആ ഒരു കാര്യം കറക്റ്റ് കാര്യമാണ് കേട്ടോ. അവിടെ ഈ സാബുമാനൊക്കെ എന്തുവാടേ ചെയ്യുന്നത്? ചുമ്മാ അവിടെ ചട്ടും ഊരി അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷോയും കാണിച്ച് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ വേറെ ഒരു പണി ഇവനൊന്നും ചെയ്യുന്നില്ല. സാബുമാൻ അങ്ങനെ എത്ര പേര് അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ ആയിരുന്നു രേണുസുധിയുടെ കാര്യത്തിലും. പുള്ളിക്കാരി വെറുതെ ഇരുന്നാലും വോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവിടെ നിങ്ങളെ വോട്ട് കൊണ്ടിട്ട് ഔട്ടായി പോകുന്നത്. മറ്റൊരാൾക്ക് നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്ന ആ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് പ്രവീൺ വെളിയിറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസ്താനി ഔട്ടായി പോകുന്നു. ഞാൻ വിചാരിച്ചു മസ്താനി, കാരണം ഓൾറെഡി മസ്താനി എവിക്റ്റഡ് ആണെന്ന് അറിഞ്ഞായിരുന്നു. രണ്ടാമത് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മസ്താനി ഇനി പോകത്തില്ലേ, എന്തോ സംഭവം ആയിരിക്കും. അപ്പം പെട്ടെന്നാണ് ലാലേട്ടൻ വരുന്നതും കാർഡ് എടുത്ത് മസ്താനി വിളിക്കുന്നതും. മസ്താനി ഔട്ടായപ്പോഴത്തേക്ക് പാവാട ടീമിന്റെ സന്തോഷം ഒന്ന് കാണുമായിരുന്നു. ആര്യൻ അവിടെ കടന്നിട്ട് കൂവലും ബഹളവും മസ്താനി ഔട്ടായെന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ മുമ്പിലൊക്കെ പോയിട്ട് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. അപ്പം ഇവിടെ മസ്താനി സത്യം പറഞ്ഞാൽ മസ്താനി ഔട്ടാവേണ്ട ഒരാളായിരുന്നു. കാരണം മസ്താനിയുടെ വായിന്ന് അങ്ങേ അറ്റത്തെ ചീത്തകളാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ കാല് കുത്തി അന്ന് തൊട്ട് മസ്താനിയുടെ ലാംഗ്വേജ് പ്രശ്നമായിരുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് മസ്താനി ഔട്ടായിപ്പോയത്. പിന്നെ ഈ ഒനിയൻ സാബുവിന്റെ വിഷയം വന്നപ്പോഴത്തേക്കും, പക്ഷെ ഇതിലൊക്കെ പുള്ളിക്കാരി ഒന്ന് കൺട്രോൾ ആയിട്ട് നല്ല രീതിയിൽ നിന്നായിരുന്നെങ്കിൽ ഇപ്പോഴും അവിടെ നിൽക്കേണ്ട ഒരു കോണ്ടസ്റ്റൻസ് ആയിരുന്നു. നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം പുറത്തുനിന്നുള്ളൊരു ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിച്ച് മസ്താനി അവിടെ ചെന്നിട്ട് ഫയറാക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഫ്ലവർ പോലും ആവാതെ മസ്താനി ഇറങ്ങി വന്നു. പോയ അതേ സ്പീഡിൽ തന്നെ ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. പക്ഷെ മസ്താനി നല്ല രീതിയിൽ നിൽക്കുവാണെങ്കിൽ പുള്ളിക്കാരിക്ക് അവിടെ നിൽക്കാമായിരുന്നു. കാരണം നല്ലൊരു ഇച്ചിരി കേപ്പബിലിറ്റി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ തെറിവിളി കാരണം പുള്ളിക്കാരിയെ ആൾക്കാരെടുത്ത് വെളിയിൽ കളഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൽ ഒരു ഔട്ടായിട്ട് പ്രേക്ഷകർ ഇത്രയും കൈയടിച്ചിട്ട് ഇറക്കി വിടുന്ന ഒരു വ്യക്തി, അത്രയും സന്തോഷമായിരുന്നു പ്രേക്ഷകർക്ക് ഈ മസ്താനി ഔട്ടാൻ വേണ്ടിയിട്ട്. കൈയടിച്ചാണ് ഇറക്കി വിട്ടത്. അവിടെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും എന്തൊരു കയ്യടിയായിരുന്നു അറിയാം മസ്താനി ഔട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. മസ്താനി ഒരാളെടുത്ത് പോലും ഒന്നും പറയാതെയാണ് മസ്താനി ഇറങ്ങിപ്പോയത്. ഒരു ബായ് പോലും പറഞ്ഞില്ല. ആകെ 2 വ്യക്തിയെടുത്ത് പറഞ്ഞു, നെവിൻ്റെ അടുത്തും പറഞ്ഞു, പിന്നെ വേദലക്ഷ്മി അടുത്തും പറഞ്ഞു പ്ലേ വെല്ലെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഇറങ്ങിപ്പോയത്. അനുമോള് കെട്ടിപ്പിടിക്കാൻ പോയപ്പോഴത്തേക്ക് അനുമോളെയൊക്കെ തട്ടിക്കളഞ്ഞിട്ടാണ് മസ്താനി ഇറങ്ങിപ്പോയത്. പിന്നെ ഈ മസ്താനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആര്യനും അതുപോലെ അക്ബറും ബിന്നിയൊക്കെ ക്യാമറയുടെ മുമ്പിൽ കിടന്നിട്ട് ഭയങ്കര ആഹ്ലാദം വരുന്നത്. അപ്പാണിക്ക് വേണ്ടി നമ്മളിത് ചെയ്തു. ആര്യം പറയും അപ്പാണിക്ക് വേണ്ടിയാണ് നമ്മളിത് ഈ സന്തോഷിക്കുന്നത്, അങ്ങനെ ചേനയെ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ജിസയിൽ പോയി മറ്റേ അപ്പാനി ഇട്ട് കളിച്ച പുലികളി ഇട്ട് കളിച്ച മുഖംമൂടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നു, ആര്യന് കൊടുക്കുന്നു, ആര്യം വിൽക്കുന്നു. ഭയങ്കരമായിട്ട് അവിടെ കിടന്നിട്ട് സന്തോഷിക്കുന്നു. സത്യം പറഞ്ഞാൽ മസ്താനി അന്ന് സന്തോഷിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പാനി ഒരു തെറി വിളിക്കുന്നുണ്ട് മസ്താനി. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അത് മസ്താനി പറയുമ്പോഴാണ് അറിഞ്ഞത്. ഞാനത് കണ്ടിട്ടില്ല കേട്ടോ, ലൈവിനകത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിട്ടുപോയതായിരിക്കും. കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഈ അപ്പാനി വെച്ചൊരു വാക്ക് വെച്ചിട്ട് മസ്താനിയെ തെറി വിളിച്ചെന്ന് പറഞ്ഞിട്ടാണ് മസ്താനി അന്ന് പരാതി പറയുന്നതും. അതിന്റെ പിറ്റേന്നാണ് ഈ മസ്താനി പോകുന്നത്. അപ്പം മസ്താനി അതിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക ഇടയ്ക്കൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊരു ഓവറായിപ്പോയി. കാരണം ഈ ആൾക്കാരെല്ലാം അവിടെ വരുന്നത് വിൻ ചെയ്യാനും അവരൊരു ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. അപ്പം ഔട്ടായി പോകുന്ന സമയത്ത് നമുക്ക് ഇനി എത്രയൊക്കെ അവരോട് ദേഷ്യം ഉണ്ടെങ്കിലും ഒരു മയത്തിലൊക്കെ നമുക്ക് ആവാം. പക്ഷേ ഓവർ ആവരുത്. അവരെ നല്ല രീതിയിൽ യാത്ര അയച്ച് വിടുക. കാരണം അവരെല്ലാവരും ഒരു ആഗ്രഹം കൊണ്ടല്ലേ വരുന്നത്, കപ്പടിക്കണം, വിന്നറാവണം എന്ന് പറഞ്ഞിരുന്നത്. അപ്പം അവസാനിച്ചിട്ട് അവിടെ ഓവറായിപ്പോയി. പക്ഷെ അതേപോലെ ഓവറായിരുന്നു ഇവിടെ ഇന്നലെ ആര്യനും പാവട ടീംസും എല്ലാം. കാരണം അവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്ന ആൾക്കാരാണ്. ഇപ്പം ഇന്നലത്തെ ആ ഒരു ഇവരെ പാവട ടീംസിന്റെ സന്തോഷം കാണുമ്പോൾ പറയാം അവർ ഗ്രൂപ്പ് കളിക്കാനാണ് അവിടെ പോയത്. ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരാൾ ഔട്ടാകുമ്പോഴത്തേക്ക് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഇതുപോലെ ഇത്രയും കുറച്ചൊക്കെ ആവാടേ, ഇത് അധികമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറയുന്ന ആര്യനും അല്ലെങ്കിൽ ബിന്നി അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്, ഈ മസ്താനിയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളതിനേക്കാളും അങ്ങേ അറ്റമാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മസ്താനിയും അപ്പാനിയൊക്കെ പോകുന്നതിന് മുമ്പേ പോകേണ്ട വ്യക്തികളാണ് ബിന്നിയും അതുപോലത്തുള്ള ഈ ആര്യനും ടീംസൊക്കെ അല്ലേ. ഇവരൊക്കെ അതിനപ്പുറമാണ് അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മസ്താനി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നതും ആദ്യം പ്രവീണാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് മസ്താനി വരുന്നത്. മസ്താനി വന്നു കഴിഞ്ഞിട്ട് ഒറ്റ മനുഷ്യരെടുത്ത് ഒരു വാക്ക് പോലും പറയാതെ എണ്ണി ഞാൻ പറയും അതിനൊക്കെ സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി മാസ്ക് ഒക്കെ വെച്ച് മുഖം പോലും കാണിക്കാതെയാണ് എയർപോർട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. അത് പ്രവീണിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രവീൺ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അനുമോളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതുപോലെ
അനീഷിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ആ ഇരുന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞ കേട്ടോ എനിക്ക് പ്രവീണിനോടുള്ള എല്ലാം എനിക്ക് പോയി. കാരണം പ്രവീണ് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ സംഭവമാണെന്നുള്ള രീതിയിൽ ആണ് സംസാരിക്കുന്നത്. ഞാൻ എന്തോ സംഭവമായിട്ടാണ് പ്രവീൺ സംസാരിക്കുന്നത്. അപ്പൊ പ്രവീൺ അനീഷിനെ പറ്റി പറഞ്ഞ കാര്യം കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പ്രവീണിനെ പറ്റിയിട്ട് അത്രയും വാഴ്ത്തിപ്പാടി ആ വീഡിയോ ആരൊക്കെ കണ്ടെന്ന് എനിക്കെടുത്തില്ല, നല്ല രീതിയിൽ വാഴ്ത്തിയാണ് ഞാൻ ആ സംസാരിച്ചത്. പ്രവീൺ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രവീൺ ഈ പറഞ്ഞത് അനീഷിനെ പറ്റിയിട്ട് പറഞ്ഞത് ഞാൻ കണ്ടത്. അപ്പോഴും ഞാൻ സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്തു. ഞാൻ അതാ പറഞ്ഞത് ഈ ഒരു വീഡിയോ അനീഷിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന്. എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആ ബിഗ് ബോസ് സീസൺ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ലൊരു മനുഷ്യനും നല്ലൊരു വ്യക്തിയും ഇച്ചിരിയെങ്കിലും മനുഷ്യത്വമുള്ളൊരു വ്യക്തിയും അവിടെ ഒരു തെറിവാക്ക് പോലും വാഗുകൊണ്ട് സംസാരിക്കാത്തൊരു വ്യക്തി അനീഷ് മാത്രമാണ്. അത് നമ്മൾ എല്ലാ പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഈ പ്രവീൺ ഉൾപ്പെടെ അറിയാം. പിന്നെ എന്തുകൊണ്ട് പ്രവീൺ ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈഗോ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഒരു കോമണറായിട്ട് കയറിപ്പോയ ഒരാൾ അവിടെ ഇത്രയും ദിവസം നിൽക്കുന്നു, കോമണർ അല്ലാത്ത ഒരാൾ ഔട്ടായി വരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഒരു ചെറിയൊരു ഈഗോ കൊണ്ടിട്ടായിരിക്കാം പ്രവീൺ അങ്ങനെ സംസാരിച്ചത്. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഞാനിവിടെ കൊടുക്കാം പ്രവീൺ സംസാരിച്ച കാര്യം. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അനുമോളെ ഞാൻ വെനമോൾ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വിഷം ചീറ്റുമെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഒരു നല്ല ഫ്രണ്ടായിട്ട്. അനീഷിൻ്റെത് ഒരു നിങ്ങൾ എനിക്ക് തോന്നുന്നു വെളിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ. പക്ഷേ അകത്തൊരു ഭയങ്കര ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ് പിന്നെ ഞാൻ പറയുന്നു. കയറിയപ്പോഴും ഞാൻ പറയുന്നു, വെളിയിൽ ഇറങ്ങുമ്പോഴും എനിക്കാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാണുന്ന ഒരു അനീഷിൻ്റെ ഒരു ലീനിയർ ക്യാരക്ടറാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാറ്ററി മാറ്റുക എന്ന് പറയും. ഉച്ചയ്ക്ക് അത് തന്നെ പറയും. എവറി ഡേ ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അനീഷ് മിണ്ടാതിരിക്കുന്ന പോലെ ആദ്യം അനീഷിനൊന്ന് കോണ്ടന്റ് കൊടുത്തിട്ട് തിരിഞ്ഞിരിക്കണം. പിന്നെ അനീഷിന് അത് പെട്ടെന്ന് വിറയിൽ വരും, സ്റ്റാമറിങ് തുടങ്ങും. പിന്നെ എന്താ അത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അനീഷിന്റെ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എപ്പോഴൊക്കെ അനീഷ് ഇതിനകത്ത് അനീഷിനെ പറ്റിയിട്ടും അനുമോളെ പറ്റിയിട്ടുമാണ് പ്രവീൺ പറയുന്നത്. അനുമോള് വിഷമാന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷമാന്ന് പറയുന്ന ഈ അനുമോളെ താങ്ങി നടക്കുന്നതെല്ലാം നമ്മൾ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ അനീഷ് ഔട്ടായത്. അനുമോളെ കൂടെ നിന്നിട്ട് അനുമോളെ സൈഡ് ചേർന്നിട്ട് സംസാരിക്കുകയോ അനുമോളെ അടുത്തുനിന്ന് മാറി കഴിഞ്ഞിട്ട് അവിടെ എവിടെയും പോയി ഇരുന്നിട്ട് അനുമോളെ പറ്റി കുറ്റം പറയുകയും ചെയ്തിരുന്ന പ്രവീണിനെയാണ് ജനങ്ങൾ ലൈവിനകത്തും അവിടെ എവിടെയും കണ്ടുകൊണ്ടിരുന്ന എപ്പിസോഡിനകത്തും അല്ലേ. അവിടെ എന്താണ് പ്രവീൺ ഈ പറയുന്ന പ്രവീൺ എന്താണ് അവിടെ കാഴ്ചവെച്ചത്? എന്തോ വലിയ സംഭവം പോലായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. പിന്നെ അനീഷിന്റെ ഈ അനുമോള് വിഷമെന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. അനുമോൾ അവിടെ എവിടെയും ചെന്നിട്ട് വിഷം തുപ്പി വയ്ക്കുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അനുമോള് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയേണ്ട രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതാണ് നിലപാട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ പ്രവീൺ ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ആര്യന്റെയും ജിസേലിന്റെയും ായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ പഴം പിഴുങ്ങി വെച്ച ഈ പ്രവീൺ ഇവിടെ വെളിയിറങ്ങിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കേണ്ടെന്ന് പറയുന്ന പ്രവീൺ എന്തുകൊണ്ട് അനുമോളൊരു വിഷയം വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ജിസേലിന്റെ ആര്യന്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് വായിൽ പഴം വെച്ചുകൊണ്ട് അവിടെ മിണ്ടാതിരുന്നു. ഇപ്പൊ പുറത്തിണങ്ങിയിട്ട് എനിക്ക് എല്ലാം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എന്തുകൊണ്ട് ഈ പ്രതികരണം അവിടെയൊന്നും കണ്ടില്ലല്ലോ? പിന്നെ അനീഷിന്റെ കാര്യം പറഞ്ഞോട്ടെ, അനീഷ് നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു ഹ്യൂമൻ ആണെന്ന് ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ആ വ്യക്തിയെ ജനങ്ങൾ അവിടെ നിർത്തുന്നത്. അവിടെ പറയേണ്ട ആ വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങളാണ് അനീഷ് സംസാരിക്കുന്നത്. പുറത്തെ ഒരു കാര്യവും ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഇന്ന് വരെ അനീഷ് സംസാരിക്കുന്നതോ അതിന്റെ പേരിൽ ചീത്ത വിളിക്കുന്നോ തെറി വിളിക്കുന്നോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ തന്നെയാണ് അവിടുത്തെ മരവാഴകള്. അനീഷൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും അവിടെ കണ്ടന്റ് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിലും ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും അവിടെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളെ കാലമൊക്കെ എത്രയോ ഭേദമാണ്. ഈ അനീഷ് ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ഇവരൊക്കെ എത്രയോ ഭേദമാണ്. അപ്പൊ അനീഷിന് സപ്പോർട്ട് ചെയ്യുന്ന അനീഷിന് ജനങ്ങൾക്കറിയാം ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്യണ്ടെന്ന്. ഇപ്പൊ നമ്മുടെ മസ്താനി ഇറക്കി വിട്ടു, കഴിഞ്ഞോട്ട് അപ്പാനി ഇറക്കി വിട്ടു. ജനങ്ങൾ തീരുമാനിക്കും, ജനങ്ങൾക്കറിയാം ആരെ അവിടെ നിർത്തണം. ഇപ്പം തന്നെ പ്രവീണിനെ ഇറക്കി വിട്ടു. എന്തുകൊണ്ട് പ്രവീണിനെ ഇറക്കി വിട്ടു? അത് ആദ്യം പോയി എപ്പിസോഡ് അവിടെ പോയിരുന്ന് ഫുള്ള് കണ്ടിട്ട് വന്നിരുന്ന് ഇന്റർവ്യൂ ചെയ്യും. അല്ലാതെ ഇറങ്ങി വന്ന ഫ്രസ്ട്രേഷനിൽ അങ്ങോട്ട് ഞാൻ അവിടെ ഭയങ്കര സംഭവം ചെയ്ത്, ഞാൻ മറ്റേത് ചെയ്ത് മറിച്ച് ചെയ്ത് പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാരെ അടിച്ചങ്ങോട്ട് താത്തുന്ന ആ രീതി ഇത് വേണ്ട കേട്ടോ. അതല്ല, അനീഷൊക്കെ നല്ലൊരു വ്യക്തിയാണ്. അനീഷിനൊക്കെ ഞാനുള്ള കാര്യം പറയാം കേട്ടോ. അനീഷിന്റെ ഗെയിമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അനീഷിനൊരു വ്യക്തിയാണ്. ഇന്ന് വരെ ആരും ചീത്ത വിളിച്ചിട്ടില്ല, ആരോടും വ്യക്തിപരാഗം കാണിച്ചിട്ടില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് നല്ല വ്യക്തതയോടെയും ക്വാളിറ്റിയോടെയും നല്ല ക്വാളിറ്റിയുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. അതുകൊണ്ടാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും എൻ്റെ ഒരു വോട്ട് കൊണ്ടിട്ട് അനീഷ് അവിടെ നിലനിർക്കത്തില്ല. ഞാനിപ്പോൾ ഒരു വോട്ട് കൊടുത്തുന്നിരിക്കട്ടെ, എൻ്റെ ഒരു വോട്ട് കൊണ്ട് എന്തായാലും അനീഷ് നിലനിർക്കത്തില്ലല്ലോ. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അനീഷൊക്കെ ഇപ്പോഴും അവിടെ നിലനിന്ന് പോകുന്നത്. ഒരു കോമണറായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്.